സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നുള്ള പറഞ്ഞാൽ എവിടെ എന്നുള്ള അർത്ഥം വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേർഡ് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. താമസിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കുക? വേർ ഡസ് ഹി ലീവ്? അവൻ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡസ് ഹി ലീവ്? അവൻ എവിടെയാണ് താമസിക്കുന്നത്? എങ്ങനെ പറയുക? ഹി ലീവ്സ് അറ്റ് കോട്ടയം. അവൻ കോട്ടയത്താണ് താമസിക്കുന്നത്. ഹി ലീവ്സ് അറ്റ് കോട്ടയം. അവൻ കോട്ടയത്താണ് താമസിക്കുന്നത്. അവൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. എങ്ങനെ പറയാം? ഹി ലീവ്സ് അറ്റ് കാലിക്കറ്റ്. അവൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. ഹി ലീവ്സ് അറ്റ് കോഴിക്കോട്. അവൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. അവൻ മലപ്പുറത്താണ് താമസിക്കുന്നത് എന്നെങ്ങനെ പറയാം? ഹി ലീവ്സ് അറ്റ് മലപ്പുറം. അവൻ മലപ്പുറത്താണ് താമസിക്കുന്നത്. അവൻ തിരൂരാണ് താമസിക്കുന്നത് എങ്ങനെ പറയാം? ഹി ലീവ്സ് അറ്റ് തിരൂർ. അവൻ തിരൂരാണ് താമസിക്കുന്നത്. കോട്ടയത്താണോ താമസിക്കുന്നത് എങ്ങനെ ചോദിക്കുക? ഡസ് ഹി ലീവ്സ് അറ്റ് കോട്ടയം. അവൻ കോട്ടയത്താണോ താമസിക്കുന്നത്? ഡസ് ഹി ലീവ്സ് അറ്റ് കോട്ടയം. അവൻ കോട്ടയത്താണോ താമസിക്കുന്നത്? അവൻ കോഴിക്കോടാണോ താമസിക്കുന്നത് എങ്ങനെ ചോദിക്കുക? ഡസ് ഹി ലീവ്സ് അറ്റ് കോഴിക്കോട്. അവൻ കോഴിക്കോടാണോ താമസിക്കുന്നത്? അവൻ മലപ്പുറത്താണോ താമസിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കുക? ഡസ് ഹി ലീവ്സ് അറ്റ് മലപ്പുറം. അവൻ മലപ്പുറത്താണോ താമസിക്കുന്നത്? താനൂരാണോ താമസിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കുക? ഡസ് ഹി ലീവ്സ് അറ്റ് താനൂർ. അവൻ താനൂരാണോ താമസിക്കുന്നത്? അപ്പോൾ നമ്മൾ അതെ അവൻ കോട്ടയത്താണ് താമസിക്കുന്നതെന്ന് എങ്ങനെ പറയാം? യെസ് ഹി ലീവ്സ് അറ്റ് കോട്ടയം. അവൻ കോട്ടയത്താണ് താമസിക്കുന്നത്. യെസ് ഹി ലീവ്സ് അറ്റ് കോട്ടയം. അവൻ കോട്ടയത്താണ് താമസിക്കുന്നത്. അല്ല അവൻ കോട്ടയത്തല്ല എങ്ങനെ പറയാം? നോ ഹി ഡസ് നോട്ട് ലീവ് അറ്റ് കോട്ടയം. അവൻ കോട്ടയത്തല്ല താമസിക്കുന്നത്. നോ ഹി ഡസ് നോട്ട് ലീവ് അറ്റ് കോട്ടയം. അവൻ കോട്ടയത്തല്ല താമസിക്കുന്നത്. മലപ്പുറത്തല്ല താമസിക്കുന്നതെന്ന് എങ്ങനെ പറയാം? നോ ഹി ഡസ് നോട്ട് ലീവ് അറ്റ് മലപ്പുറം. അവൻ മലപ്പുറത്തല്ല താമസിക്കുന്നത്. താമസിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കുക? വേർ ഡു ദേ ലീവ്? അവർ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡു ദേ ലീവ്? അവർ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ അവർ കോട്ടയത്താണ് താമസിക്കുന്നതെന്ന് എങ്ങനെ പറയാം? ദേ ലീവ് അറ്റ് കോട്ടയം. അവർ കോട്ടയത്താണ് താമസിക്കുന്നത്. ദേ ലീവ് അറ്റ് കോട്ടയം. അവർ കോട്ടയത്താണ് താമസിക്കുന്നത്. താമസിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കുക? ഡു ദേ ലീവ് അറ്റ് കോട്ടയം? അവർ കോട്ടയത്താണോ താമസിക്കുന്നത്? ഡു ദേ ലീവ് അറ്റ് കോട്ടയം? അവർ കോട്ടയത്താണോ താമസിക്കുന്നത്? അല്ലാന്നെങ്ങനെ പറയാം? നോ ദേ ഡു നോട്ട് ലീവ് അറ്റ് കോട്ടയം. അവർ കോട്ടയത്തല്ല താമസിക്കുന്നത്. യെസ് ആണെങ്കിൽ എന്ത് പറയുക? യെസ് ദേ ലീവ് അറ്റ് കോട്ടയം. അവർ കോട്ടയത്താണ് താമസിക്കുന്നത്. നടക്കാൻ പോകുന്നത് എന്നെങ്ങനെ ചോദിക്കുക? വെൻ ഡു യു വാക്ക്? നീ എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? വെൻ ഡു യു വാക്ക്? നീ എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? പറയാം ഐ വാക്ക് അറ്റ് മോർണിംഗ്. ഞാൻ രാവിലെ നടക്കാറുണ്ട്. ഐ വാക്ക് അറ്റ് മോർണിംഗ്. ഞാൻ രാവിലെ നടക്കാറുണ്ട്. എവിടെ പോകുന്നു എന്നെങ്ങനെ ചോദിക്കുക? വേർ ഡസ് ദാറ്റ് മാൻ ഗോ? ആ മനുഷ്യൻ എവിടെ പോകുന്നു? വേർ ഡസ് ദാറ്റ് മാൻ ഗോ? ആ മനുഷ്യൻ എവിടെ പോകുന്നു? എന്നെങ്ങനെ പറയാം? ദാറ്റ് മാൻ ഗോ ടു മാർക്കറ്റ്. ആ മനുഷ്യൻ മാർക്കറ്റിൽ പോകുന്നു. ദാറ്റ് മാൻ ഗോ ടു മാർക്കറ്റ്. ആ മനുഷ്യൻ മാർക്കറ്റിൽ പോകുന്നു. ശ്രദ്ധയോടെ വായിക്കുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഡസ് ദാറ്റ് മാൻ റീഡ് വിത്ത് കെയർ? ആ മനുഷ്യൻ ശ്രദ്ധയോടെ വായിക്കുന്നുണ്ടോ? ഡസ് ദാറ്റ് മാൻ റീഡ് വിത്ത് കെയർ? ആ മനുഷ്യൻ ശ്രദ്ധയോടെ വായിക്കുന്നുണ്ടോ? കെയർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്നെങ്ങനെ ചോദിക്കുക? ഡു ടീച്ചേഴ്സ് കം അറ്റ് എൻ ഏർലി ടൈം? അധ്യാപകൻ നേരത്തെ വരുമോ? ഡു ടീച്ചേഴ്സ് കം അറ്റ് എൻ ഏർലി ടൈം? അധ്യാപകൻ നേരത്തെ വരുമോ? ഡു ടീച്ചേഴ്സ് കം അറ്റ് എൻ ഏർലി ടൈം? അധ്യാപകൻ നേരത്തെ വരുമോ? വായിച്ചു എന്നെങ്ങനെ പറയാം? ടീച്ചേഴ്സ്
റീഡ് ഇൻ എ ലൗഡ് മാനർ. അധ്യാപകൻ ഉച്ചത്തിൽ വായിച്ചു. ടീച്ചേഴ്സ് റീഡ് ഇൻ എ ലൗഡ് മാനർ. ടീച്ചേഴ്സ് റീഡ് ഇൻ എ ലൗഡ് മാനർ. അധ്യാപകൻ ഉച്ചത്തിൽ വായിച്ചു. ടീച്ചേഴ്സ് റീഡ് ഇൻ എ ലൗഡ് മാനർ. അധ്യാപകൻ ഉച്ചത്തിൽ വായിച്ചു. എവിടെ നിന്ന് വാങ്ങാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് എവിടെ നിന്ന് വാങ്ങാനാകും എന്നുള്ളത് എങ്ങനെ പറയാം? വെർ ക്യാൻ ഐ ബൈ. എനിക്ക് എവിടെ നിന്ന് വാങ്ങാൻ കഴിയും? വെർ ക്യാൻ ഐ ബൈ. എവിടെ നിന്ന് വാങ്ങാനാകും, എവിടെ നിന്ന് വാങ്ങാൻ കഴിയും എന്നെങ്ങനെ പറയാം? വെർ ക്യാൻ ഐ ബൈ. എനിക്ക് എവിടെ നിന്ന് വാങ്ങാനാകും? വെർ ക്യാൻ ഐ ബൈ. എനിക്ക് എവിടെ നിന്ന് വാങ്ങാനാകും? ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വെർ പറഞ്ഞാൽ എവിടെ, ക്യാൻ പറഞ്ഞാൽ കഴിയും എന്നുള്ള അർത്ഥമാണ്. വരാൻ കഴിയും എന്നെങ്ങനെ പറയാം? വെർ ക്യാൻ ഐ ബ്രോട്ട്. എനിക്ക് എവിടെ നിന്ന് കൊണ്ടുവരാൻ കഴിയും? വെർ ക്യാൻ ഐ ബ്രോട്ട്. എനിക്ക് എവിടെ നിന്ന് കൊണ്ടുവരാൻ കഴിയും? ബ്രോട്ട് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നുള്ള അർത്ഥമാണ്. വേർ പറഞ്ഞാൽ എവിടെ, ക്യാൻ പറഞ്ഞാൽ കഴിയും. അതുപോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.